നമസ്കാരം. നമസ്തേ. അമേരിക്ക ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നുള്ള തരത്തിലെല്ലാം വാർത്തകൾ വരുന്നുണ്ട്. അതിന് ഏറ്റവും ഇടയിലാണ് ഇപ്പം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ആയുധങ്ങളാണ് എന്നുള്ള തരത്തിൽ റഷ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വലിയ തരത്തിൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആയുധ കാര്യങ്ങളിൽ നല്ല ബന്ധമുള്ള രാജ്യങ്ങൾ തന്നെയാണ് റഷ്യയും ഇന്ത്യയും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പോകുമ്പോൾ ഡിപ്ലോമാറ്റിക് പരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ലേ? പ്രത്യേകിച്ച് ഇന്ത്യ അതുപോലെ തന്നെ റഷ്യ തമ്മിലും എങ്ങനെയാണ് ഈ യുക്രൈൻ യുദ്ധത്തിന് ഇത്തരത്തിൽ ഇന്ത്യൻ ആയുധങ്ങൾ കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യവും, അതുകൂടാതെ തന്നെ എന്തിനാണ് അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഇത്രയധികം ആയുധങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ള ചോദ്യം ഭാഗിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ? ഇന്ത്യ ഏറ്റവും അധികം ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രോതാക്കൾ ഞെട്ടും. അത് അമേരിക്കയാണ്. അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. കാരണം അമേരിക്കയെ പോലെ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ മേഖലയിലെ കയറ്റുമതിക്കാർ. അപ്പൊ അവര് ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അവിശ്വസനീയമായിട്ട് പലർക്കും തോന്നാം. ഇപ്പൊ 2025 ഇന്ത്യ 19,000 കോടി രൂപയുടെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് കയറ്റി അയച്ചത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന, അതായത് ഇന്ന് ഒരു രാജ്യവും ഒരു ഉൽപ്പന്നവും ഒറ്റ ഫാക്ടറിയിലായിട്ടല്ല നിർമ്മിക്കുന്നത്. ലോകമെമ്പാടും നിന്ന് സോഴ്സ് ചെയ്ത് പലയിടത്തും നിർമ്മിച്ച് അത് അസംബിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പല അത്യന്താധുനിക യുദ്ധോപകരണങ്ങൾ, അതിപ്പോ F-16 വിമാനങ്ങൾ തൊട്ട് AH-64 അപ്പാഷെ ഹെലികോപ്റ്റർ തുടങ്ങിയ എല്ലാ ആധുനിക യുദ്ധ സംവിധാനങ്ങളും അതിന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഞാനത് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോ രണ്ടാമതൊരു ചോദ്യം കൂടെ ഫവസ് ചോദിച്ചിരുന്നു. അതായത് ഈ ആയുധങ്ങൾ നമ്മൾ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നയതന്ത്ര സംഘർഷങ്ങളിലേക്കോ അല്ലെങ്കിൽ നയതന്ത്ര തെറ്റിദ്ധാരണകളിലേക്കോ പോകില്ലേ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനമാക്കിയത് ഏറ്റവും ഒടുവിൽ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. യുക്രൈനിലെ പല ആർട്ടിലറി ഷെല്ലുകളും ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റു പല ഉപകരണങ്ങളും. ഇത് സത്യമാണോ എന്നുള്ളത്, ഇതൊക്കെ സത്യം തന്നെയാണ്. ഇത് ഒരു രാജ്യം പ്രതിരോധ മേഖലയിലെ ഒരു വലിയ സപ്ലയർ ആവുമ്പോൾ, അല്ലെങ്കിൽ പ്രതിരോധ വ്യവസായം ഒരു രാജ്യത്ത് വികസിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള ആന്തരിക സംഘർഷങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നോക്കുമ്പോൾ റഷ്യയുടെ പല ആയുധങ്ങളും, ഇപ്പം ചൈനയുടെ SU-30 വിമാനമുണ്ട്. ചൈനയുടെ വിമാനങ്ങളിൽ ഇപ്പൊ J-20 ഒക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻ റഷ്യ നിർമ്മിച്ചതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ചൈന. അതുകൊണ്ട് റഷ്യ ചൈനയ്ക്ക് വിൽക്കാതൊന്നും ഇരിക്കുന്നില്ല. പക്ഷെ അതങ്ങനെ നിൽക്കും. ഇപ്പൊ ഉദാഹരണത്തിന് തുർക്കിയുടെ കയ്യിൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ഇതൊക്കെ ഇതിനൊപ്പമുള്ളതാണ്. ചെറിയ നയതന്ത്ര പ്രത്യാഘാതങ്ങളൊക്കെ അതിനുണ്ടാവും. പക്ഷെ അതൊക്കെ വിശാലമായ അർത്ഥത്തിൽ മറികടക്കുകയും ചെയ്യും. പക്ഷെ തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു രാജ്യം പ്രതിരോധ വ്യവസായ മേഖലയിൽ വളരുമ്പോൾ അതിന് കൂടുതൽ സൂക്ഷിച്ച് ചുവടുകൾ വെക്കേണ്ട വരും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ യുക്രൈന്റെ കൈവശം ഇന്ത്യൻ ആയുധങ്ങൾ എത്തിയത്. ഇനി നമുക്ക് നമ്മുടെ ഈ ആയുധ നിർമ്മാണത്തിലെ നമ്മുടെ ഒരു വളരുന്ന നമ്മുടെ ഒരു സ്റ്റാറ്റസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്ന കമ്പനി, അവർക്ക് അമേരിക്കയിൽ നിന്നും $105 മില്യൺ ഒരു ഓർഡർ കിട്ടി. 105 മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1014 കോടി രൂപ ഇന്ത്യൻ രൂപയിൽ വരുമ്പോൾ. ഈ ഓർഡർ എന്ന് പറയുന്നത് ബേസ് ബ്ലീഡ് ആർട്ടിലറി ഷെൽ ഉണ്ടാക്കാനാണ്. ബേസ് ബ്ലീഡ് ആർട്ടിലറി ഷെൽ എന്ന് പറയുമ്പോൾ സാധാരണ ആർട്ടിലറി ഷെല്ലുകളെക്കാൾ ഒരു 25-30%, 25 തൊട്ട് 35% വരെ ദൂരം കൂടുതൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള പീരങ്കി ഉണ്ടകളാണ് ഈ ബേസ് ബ്ലീഡ് ആർട്ടിലറി ഷെൽ എന്ന് പറയുന്നത്. അപ്പോ അത് ചില സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇതിന്റെ ഈ റേഞ്ച് വർദ്ധിപ്പിക്കുന്നത്. അതായത്
ഗ്യാസ് ജനറേറ്റർ, സ്ലോ ബേണിംഗ് പ്രൊപ്പല്ലന്റ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഡ്രാഗ്, അതായത് ഈ അന്തരീക്ഷത്തിലൂടെ ഒരു വെടിയുണ്ട പോകുമ്പോൾ അന്തരീക്ഷത്തിലെ വായു അതിനെ ഒന്ന് പിറകോട്ട് വലിക്കും. അപ്പൊ അതിനൊരു ഡ്രാഗ് ഉണ്ടാവും. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാർ മുന്നോട്ട് പോകുമ്പോൾ ആ കാറിനെ നമ്മുടെ അന്തരീക്ഷത്തിലെ വായു ഒന്ന് തടയും. അപ്പൊ ആ തടയുന്നതിനെ മുന്നോട്ട് അതിനെ ഓവർകം ചെയ്ത് വേണം പോകേണ്ട. അങ്ങനെ ഒരു ഡ്രാഗ് ഉണ്ടാവും. ഈ ഡ്രാഗ് മിനിമൈസ് ചെയ്യാനാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ലോ ബേണിംഗ് ഒരു ഗ്യാസ് ജനറേറ്റർ ലോ ബേണിംഗ് പ്രൊപ്പല്ലന്റ് അതിന്റെ ആ ഷെല്ലിന്റെ പിറകിലുണ്ടാവും. അതിൽ നിന്ന് ഒരു ഗ്യാസ് ഉണ്ടായിട്ട് അത് ഈ വെടിയുണ്ട മുന്നോട്ട് കുതിക്കുമ്പോൾ അതിന്റെ പിൻഭാഗത്ത് ഒരു വാക്വം രൂപപ്പെടും. ഈ വാക്വം രൂപപ്പെട്ടിട്ട് അവിടെ ഈ ഗ്യാസ് വന്നിട്ട് ഇതിനെ മുന്നോട്ട് തള്ളും. അങ്ങനെ വെടിയുണ്ട കുറച്ചുകൂടെ ദൂരം മുന്നോട്ട് പോകും. അതാണ് ഈ ഗ്യാസ് ജനറേറ്റർ ലോ ബേണിംഗ് പ്രൊപ്പല്ലന്റ് ചെയ്യുന്നത്. അത് പിന്നെ വളരെ പതുക്കെ സ്ലോ ബേണിംഗ് പ്രൊപ്പല്ലന്റ് ആണ് അതിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ ചെറിയ അംശത്തിൽ അത് ബേൺസ് കത്തിക്കൊണ്ടിരിക്കും. അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ഓർഡർ നമുക്ക് തരുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്രതിരോധ മേഖലയുടെ വളർച്ചയാണ്. ഇപ്പൊ സാധാരണ ഒരു ഷെൽ കേസിംഗ് അല്ല, സാധാരണ ഒരു പീരങ്കി ഷെല്ലിന്റെ കേസിംഗ് അല്ല, അതിനുള്ള ഓർഡർ അല്ല തരുന്നത്. ഞാൻ ഈ പറഞ്ഞ ഒരു ആധുനിക ടെക്നോളജി ഉള്ള ബേസ് ബ്ലേഡ് ആർട്ടിലറി ഷെല്ലിന്റെ കേസിംഗ് ആണ് അവർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു മികവാണ് അത് കാണിക്കുന്നത്. രണ്ടാമത്തേത്, ഇതേ കമ്പനിക്ക് കുറച്ചു നാളിന് മുമ്പ് 155 മില്ലിമീറ്റർ ഈ ആർട്ടിലറിയിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് ഉണ്ടാക്കാനുള്ളത് ഓർഡർ കിട്ടി. അതുപോലെ M107 ആർട്ടിലറി ഷെല്ല് ഉണ്ടാക്കാനുള്ള, ഇപ്പൊ ബേസ് ബ്ലീഡ് ആർട്ടിലറി ഷെല്ല് ഉണ്ടാക്കാനുള്ള ഓർഡർ കിട്ടിയതുപോലെ M107 ആർട്ടിലറി ഷെൽ ബോഡീസ് ഉണ്ടാക്കാനുള്ള ഓർഡർ കിട്ടി. ചുരുക്കി പറഞ്ഞാല് അമേരിക്കൻ സൈന്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അമ്യൂണിഷനാണ് ആർട്ടിലറി ഷെല്ല്. ഈ ആർട്ടിലറി ഷെല്ല് ഉണ്ടാക്കാനുള്ള ഓർഡറുകൾ അവരിപ്പോ ഇന്ത്യയിലാണ് നൽകുന്നത്. കാരണം അമേരിക്കയുടെ ഒരു സപ്ലൈ ചെയിനിന് ഈ ഒരു ആവശ്യത്തെ നിറവേറ്റാനുള്ള ഒരു ശേഷി ഇല്ലാതായിരിക്കും. കാരണം ഒരേ സമയം അവര് ഇറാനെതിരെയും അതുപോലെ തന്നെ റഷ്യ യുദ്ധത്തിൽ യുക്രൈൻ ആയുധം കൊടുക്കുകയും ചെയ്തു. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ സ്വന്തമായിട്ട് അവര് ഇത് ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഇപ്പൊ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് ഈ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ഉൽപാദനം നടത്താനുള്ള ശേഷിയില്ല. അപ്പോൾ അവർ മറ്റു രാജ്യങ്ങളെ തേടിപ്പോകുമ്പോൾ ഇതിനുള്ള സാങ്കേതിക വിദ്യ ഉള്ളത് രണ്ട് രാജ്യങ്ങൾക്കാണ്, ഒന്ന് ചൈനയ്ക്കും മറ്റൊന്ന് ഇന്ത്യക്കും. അവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി. ഇക്കാര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിശ്വസിക്കാവുന്ന ഇന്ത്യയാണ്. കാരണം അമേരിക്ക പിന്നെ ചൈനകൾക്ക് ഓർഡർ കൊടുത്താൽ വേണമെങ്കിൽ ഷെല്ലിൽ നിന്ന് വെടിവെക്കുമ്പോൾ അത് പിന്നെ പീരങ്കിയുടെ കുഴൽ ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുന്ന ഒരു തരം ഷെല്ലുണ്ടാക്കി കൊടുത്ത് ചൈന അമേരിക്ക പണി കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഭയമൊന്നും ഇന്ത്യക്ക് വേണ്ട, ഇന്ത്യക്ക് ഓർഡർ തരുമ്പോൾ വേണ്ട എന്നുള്ളതുണ്ട്. പഴയ കാലത്ത് യൂറോപ്പിനെ ആശ്രയിച്ചിരുന്നു. ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഇത്തരം ഓർഡറുകൾ അവർക്കായിരുന്നു കിട്ടിയത്. പക്ഷെ ഇപ്പോ അമേരിക്ക അത് ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വെടിക്കോപ്പുകളുടെ ചെലവ് ഫ്രാൻസിലോ ജർമ്മനിയിലോ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ കുറവാണ്. അപ്പൊ പകുതി വിലയ്ക്ക് ഉണ്ടാക്കുന്ന രാജ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ മറ്റവർക്ക് കൊടുക്കുന്നത്? ഇത് യൂറോപ്പിലെ വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഇന്ത്യയുടെ വളർച്ച. നമുക്ക് മറ്റു ചില മേഖലകളിലെ ഇന്ത്യയുടെ ഇതിപ്പം കേൾക്കുന്ന ഒരാൾ വിചാരിക്കും ആർട്ടിലറി ഷെല്ലിന്റെ കാര്യത്തിൽ മാത്രമാണല്ലോ ഇത്, ബാക്കി പിന്നെ മേഖലകളിലൊന്നും നമ്മൾ വളർന്നിട്ടില്ലേ? അങ്ങനെ അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് C-130 സൂപ്പർ ഹെർക്കുലീസ് അമേരിക്കയുടെ ഏറ്റവും അധികം അമേരിക്ക ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് വിമാനമാണ്, മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ്. ആ മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനത്തിന്റെ ഫ്യൂസലേജ് ഇതുണ്ടാക്കുന്നത് ലോക്ഹീഡ് മാർട്ടിനാണ്. ഇതിന്റെ ഫ്യൂസലേജ് നിർമ്മിക്കുന്ന ഇന്ത്യയാണ്. എന്താ ഈ ഫ്യൂസലേജ് എന്ന് പറയുന്നത്? ഫ്യൂസലേജ് എന്ന് പറയുന്നത് വിമാനത്തിന്റെ മൂക്ക്, അതിന്റെ നോസും പുറകിലത്തെ ഈ ടെയിലും ഒഴിച്ചുള്ള വിങ്സ് ഒഴിച്ചുള്ള മറ്റു ഭാഗം ഉണ്ടല്ലോ, ആൾക്കാരിയ്ക്കുകയും അതുപോലെ കോക്പിറ്റും എല്ലാം ഉൾപ്പെടുന്ന ഭാഗം, ആ ബോഡിക്കാണ് ഫ്യൂസലേജ് എന്ന് പറയുന്നത്. ആ ഫ്യൂസലേജ് ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് വലിയ കാര്യമാണോ? ചുമ്മാ ഒരു പാട്ട അടിച്ചുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന അത് അങ്ങനെയല്ല. കാരണം ഇതിലാണ് ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളെല്ലാം ഉള്ളത്. അതുപോലെ തന്നെ ഈ പിന്നെ ഫ്യൂസലേജ് ടെയിലുമായിട്ട് ബന്ധിപ്പിക്കണം. അതൊക്കെ വളരെ കൃത്യതയോടെ ആയിരിക്കണം. കാരണം ഇതിലൊരു ചെറിയ പാളിച്ച വന്നാൽ ഈ വിമാനം മൊത്തം തകർന്നു. അപ്പോൾ ഫ്യൂസലേജ് ഒക്കെ ഇത്ര കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന
കമ്പനിയാണ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ്, TASL. അവര് സൂപ്പർ ഹെർക്കുലീസിന്റെ ഫ്യൂസലേജ് അവരാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇപ്പോൾ സിഗ്മ സിസ്റ്റംസ് ആർട്ടിലറി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ടാങ്കിന്റെ ഷെല്ലും ആർട്ടിലറി ഷെല്ലും ഉണ്ടാക്കുന്ന മറ്റൊരു സിഗ്മയേക്കാൾ വലിയ കമ്പനിയാണ്, അതിൽ അധികം ഓർഡർ കിട്ടുന്ന കമ്പനിയാണ് ഭാരത് ഫോർജ്. പിന്നെ ഡൈനമൈറ്റ് ടെക്നോളജീസ് എന്ന അടുത്ത കമ്പനി, അവരും ഈ എയർ ഫ്രെയിം, ഫ്ലാപ്പ് ട്രേഡ്, അതുപോലെ വിമാനങ്ങളുടെ സ്ട്രക്ചറൽ കോമ്പണൻസ്, ഇതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന കമ്പനിയാണ് ഇവരൊക്കെ തന്നെ. പിന്നെ അതുപോലെ ഈ നമ്മളിപ്പോ പറഞ്ഞ ലോക്ഹീഡ് മാർട്ടിന്റെ കാര്യമാണ്. ബോയിങ് ആണെങ്കിലും അവരുടെ വിമാനങ്ങളുടെ പല ഭാഗങ്ങളും ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. അത് ഈ F-16 ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഫ്യൂസലേജ്, അതുപോലെ വിങ്, ചിറകുകള്, അതുപോലെ അപ്പാഷെ ഹെലികോപ്റ്ററിന്റെ ഫിക്സഡ് വിങ്, ഈ F-16 പിന്നെ ഫ്യൂസലേജ് ഫിക്സഡ് വിങ് ഉണ്ടാക്കുന്നത് TASL, ഞാൻ ആദ്യം പറഞ്ഞ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. ബോയിങ്ങിന് വേണ്ടിയിട്ട് അത് ലോക്ഹീഡ് മാർട്ടിൻ ആണ്. ബോയിങ്ങിന് വേണ്ടിയിട്ട് ഫ്യൂസലേജ് ഉണ്ടാക്കുന്നത്, അതായത് AX-64 അപ്പാഷെ ഹെലികോപ്റ്ററിന്റെ ഫ്യൂസലേജ് ഉണ്ടാക്കുന്നത് ടാറ്റ ബോയിങ് എയറോസ്പേസ്, രണ്ട് കമ്പനികളിലൂടെ ചേർന്ന് ഒരു സംയുക്ത സംരംഭമായിട്ട് ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്, അവരാണ്. പിന്നെ അതുകൂടാതെ MQ-9, അതായത് ജനറൽ ആറ്റമിക്സ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആക്രമണ ഡ്രോണായ MQ-9 പ്രൊഡേറ്റർ ഉണ്ടാക്കുന്നത്. അതിന്റെ ലാൻഡിംഗ് ഗിയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. ഇത്തരം ഡ്രോണുകൾക്കൊക്കെ തന്നെ ഓട്ടോണമസ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്, അത് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റും. അതായത് ഒരു എയർഫീൽഡ് കണ്ടാൽ ഒരു റൺവേയിൽ കണ്ട് അതീവ സൂക്ഷ്മതയോടുകൂടി റൺവേ സ്പോട്ട് ചെയ്ത് അതിന്റെ വേഗത കുറച്ച്, ഹൈറ്റ് കുറച്ച് താഴെ വന്നിട്ട് അത് ലാൻഡ് ചെയ്യും. അതിനാണ് ഈ ഓട്ടോണമസ് ഗിയർ ഉള്ളത്. പിന്നെ ലാൻഡിംഗ് ഗിയർ ഒക്കെ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മുന്നേറ്റത്തിന്റെ, പ്രതിരോധ മേഖലയുടെ വലിയ മുന്നേറ്റത്തിന്റെ ഒരു കഥയാണത്. ഈ കഴിഞ്ഞ വർഷം നമ്മൾ മൊത്തം 2025 ഏതാണ്ട് 39,000 സംതിങ് 40,000 കോടിയോട് അടുപ്പിച്ചുള്ള പ്രതിരോധ ഉപകരണങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് ഈ വർഷം 2026 വർഷത്തില് അത് 50,000 കോടിക്ക് മുകളിൽ ഉയരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 2030 ലോകത്തിലെ ഏറ്റവും വലിയ 5 ആയുധ നിർമ്മാതാക്കളിൽ ഒരു രാജ്യം ഇന്ത്യ തന്നെ ആയിരിക്കും, അത് സംശയമില്ല. ഇപ്പോഴും തന്നെ അതിവേഗം മുകളിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇന്ത്യക്ക് വേണ്ട രീതിയിൽ ഓർഡറിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ വ്യവസായം വ്യാപിക്കുകയാണ്. ഹൈദരാബാദാണ് ഇപ്പൊ ഡ്രോണുകളുടെ കാര്യത്തിലും അതുപോലെ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പീരങ്കികളുടെ കാര്യത്തിലും ഒക്കെ ഒരു പ്രധാന കേന്ദ്രം. ഉത്തർപ്രദേശിലെ ഡിഫൻസ് കോറിഡോർ, അവിടെ അതിവേഗം വലിയ ഫാക്ടറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉത്തർപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, കർണാടക, ഈ 4 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ പ്രതിരോധ മേഖലയിലെ വ്യവസായങ്ങൾ കുതിച്ചു വരുന്നത്. കേരളം അത്യാവശ്യം കേരളത്തിനൊരു സാന്നിധ്യമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സോണാർ, ഇപ്പം നമ്മുടെ പല അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന സോണാറുകൾ നിർമ്മിക്കുന്നത് കൊച്ചിയിൽ ആണ്. അത് DRDOയുടെ ഒരു അനുബന്ധ സ്ഥാപനമാണ്. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്കൊട്ടും അത് മറക്കാൻ പറ്റുന്ന സ്ഥാപനമല്ല. ഇന്ത്യയുടെ INS വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ച അവിടെയാണ്. അതുപോലെ ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾ നമ്മുടെ CSL കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് നിർമ്മിക്കുന്നത്. നിരവധി യുദ്ധക്കപ്പലുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്നുണ്ട്. എന്തായാലും ശരി, പ്രതിരോധ മേഖല വലിയൊരു ടേൺ ഓവറുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതിയുടെ ഒരു മേഖലയായിട്ട് പ്രതിരോധ മേഖല മാറിക്കൊണ്ടിരിക്കുക. അതിനോടൊപ്പം എന്നോട് ചോദിച്ച ഒരു ചോദ്യം കൂടെ ഒരു ചെറുതായിട്ടൊന്ന് മറുപടി പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചർച്ച സമയപരിമിതി മൂലം അവസാനിപ്പിക്കാം. അതായത് ഈ ആയുധ കയറ്റുമതിയിൽ നമ്മൾ ഒരു മുൻനിര രാജ്യമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ അവിടെ ഉണ്ടാകും. ഇപ്പൊ ചിലർക്ക് ആയുധം വിൽക്കാൻ പാടുണ്ടോ, കറങ്ങി തിരിഞ്ഞ് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുന്ന രീതിയിലേക്ക് വരുമോ, അങ്ങനെ സംശയിക്കണമല്ലോ. അതുപോലെ ഇന്ത്യയുടെ സുഹൃത്തുക്കൾക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇത് വിൽക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇന്ത്യയുടെ ഈ അസ്ത്ര എയർ ടു എയർ മിസൈലിൽ വാങ്ങിക്കുന്നതിൽ
സൗദി അറേബ്യ ഇപ്പൊ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ സൗദിക്ക് വിൽക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുന്നുണ്ട്. കാരണം സൗദിയും പാകിസ്ഥാനും തമ്മിൽ വലിയ ഒരു ഡിഫൻസ് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് തന്നെയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സൗദിക്ക് വിൽക്കുന്ന ആയുധം പാകിസ്ഥാന്റെ കയ്യിൽ എത്തില്ല എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. ഇതിന്റെ നാവിഗേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും ഗൈഡൻസ് സിസ്റ്റത്തിനെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും. അങ്ങനെയാണ് ഏത് എയർ ടു എയർ മിസൈലുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എങ്ങനെയാണ് അത് ടാർഗറ്റിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് സ്വാഭാവികമായിട്ടും അത് കിട്ടണമെങ്കിൽ ഇത്തരം ഒരു മിസൈല് അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പാകിസ്ഥാന്റെ കയ്യിൽ കിട്ടണം. അങ്ങനെ കിട്ടിയാൽ തീർച്ചയായിട്ടും അവർക്ക് അത് പരിശോധിക്കാൻ പറ്റും. എത്രത്തോളം എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അതിനുള്ള സാങ്കേതിക വിദ്യ പരിശോധിച്ചാൽ തന്നെ അതനുസരിച്ച് മാറ്റം വരുത്തി റഡാറുകൾക്ക് ഈ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുകയും ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുമോ ഒക്കെ അത് വേറൊരു ഒരു വിശാലമായ ചോദ്യമാണ്, ഒരു ആഴത്തിലുള്ളൊരു ചോദ്യമാണ്. പക്ഷെ എങ്കിലും സാധ്യതകൾ ഇതിനൊക്കെ വരുന്നു. അപ്പൊ അതുപോലെ തന്നെ യുക്രൈൻ പലപ്പോഴും റഷ്യക്കെതിരെ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് റഷ്യക്കൊരു മനസ്സമാധാനക്കേടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ചൈനയ്ക്ക് നിങ്ങൾ ആയുധം വിൽക്കുന്നില്ല, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് യുക്രൈന് വിൽക്കാം എന്നുള്ള ഒരു ന്യായം നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിലും ഇതൊക്കെ തന്നെ ഒരു വല്ലാത്ത ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ചിലപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ വരും കാലങ്ങളിൽ ആ മേഖലയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വരും. ആയുധങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അത് സുഹൃത്തിന് നേരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്ന്, കറങ്ങി തിരിഞ്ഞ് നമുക്ക് നേരെ തന്നെ ഈ ആയുധം പ്രയോഗിക്കുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കീർണതകൾ വളർച്ചയോടൊപ്പം ഉണ്ട്. അത് പിന്നെ ആര് വളർന്നാലും അങ്ങനെയാണ്. ആ വളർച്ചയോടൊപ്പം വളർച്ചയുടെ ചില വിരോധാഭാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ അതിനോടൊപ്പം വരും. എന്തായാലും ശരി, ഇന്ത്യ മുൻനിര പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമായിട്ട് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.